അൽഹംദുലില്ലാ നമ്മുടെ മക്കളുടെ റിസൾട്ടുകളൊക്കെ വന്നു. സ്കൂളുകൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? മക്കള് പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ആയിട്ട് ഈ മഴക്കാലത്ത് പോവുകയാണ് നമ്മുടെ സ്കൂളുകളിലേക്ക്. അല്ലാഹു തആല നമ്മുടെ മക്കളിൽ എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കട്ടെ, ആമീൻ. ഈ സമയത്ത് സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് 4 കാര്യങ്ങൾ പ്രത്യേകം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യം. ഈ 4 കാര്യമില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടത്തിലാണ്, സങ്കടത്തിലായി മാറും. മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ ഒരു പഠനകാലത്ത് എന്നല്ല എപ്പോഴും മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട 4 കാര്യം. അതോടൊപ്പം തന്നെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയത്ത് ക്ലാസ്സുകളിൽ ഉന്നതമായ വിജയം കിട്ടാനും പരീക്ഷകൾക്ക് ഉന്നതമായ മാർക്ക് കിട്ടാനും ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ആ ദുആ ഏതാണ്, ആ ദുആഇന്റെ അർത്ഥം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, ഈ സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. അൽഹംദുലില്ലാ, എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും നസീബാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ഓരോ വീഡിയോകൾക്ക് താഴെയും ദുആ ചെയ്യാൻ നിരവധി പേരാ പറയുന്നത്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, മക്കളെ കൊണ്ടിടങ്ങേറാകുന്നവർ, അതുപോലെ തന്നെ ജോലിയില്ല, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല, പ്രവാസികളായ ഒരുപാട് പേർ, അങ്ങനെ നിരവധി പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും സന്തോഷവും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാ പുതിയ യൂണിഫോമും പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ധരിച്ച് ഈ മഴയത്ത് അവർ സ്കൂളിലേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ, എല്ലാവിധ ഖൈറും സന്തോഷവും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ആളുകൾ നമ്മുടെ പള്ളിയിൽ ലഡു അതുപോലെ ജിലേബിയൊക്കെ ആയിട്ട് വന്നു. ഉസ്താദെ, എൻ്റെ മകനിക്ക് 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ ഉണ്ട്, +2 A+ ഉണ്ട്, അതുപോലെ ഡിഗ്രിക്ക് ജയിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം അറിയിച്ച ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ മക്കളുടെ എല്ലാം ഭാവി എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റിസൾട്ടുകളൊക്കെ വന്നു. ഇനിയും ഏതാനും ചില എക്സാമുകളുടെ റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ മക്കള് ഒന്നുകൂടി മെച്യൂരിറ്റി ആകുന്ന തരത്തിലേക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടി 2ലേക്ക്, 2ലെ കുട്ടി 3ാം ക്ലാസ്സിലേക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ് +1, +1 കഴിഞ്ഞ് +2, അങ്ങനെ ഒന്നിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പടി മുന്നിലേക്ക് അവർ ഭാവി ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികൾ പുതിയ അഡ്മിഷൻ അല്ലെ 1ാം ക്ലാസ്സിലേക്ക് ഒരുപാട് കുട്ടികൾ അൽഹംദുലില്ലാ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ ഉൾപ്പെടെ LKGയിലും UKGയിലും നഴ്സറിയിലൊക്കെ ചേരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മക്കള് നന്നാവാനും അതുപോലെ അവരുടെ ഭാവി ജീവിതം സന്തോഷത്തിലാവാനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് മാതാപിതാക്കളുടെ ഇടപെടൽ മക്കളിൽ ഉണ്ടാവുക എന്നത്. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവി നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കപ്പെടുക. ഞാനിത് പറയാനുള്ള കാരണം, വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാർ മക്കൾ ഉണ്ടാവാനും ആ മക്കളിൽ നിന്ന് ഖൈറ് കിട്ടാനും ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന. മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ സുഗന്ധ പുഷ്പങ്ങളാണ്. അതായത് നമ്മൾ വയസ്സാകുന്ന സമയത്ത് നമുക്കൊരു താങ്ങാവാൻ, നമുക്കൊരു തണലാവാൻ, നമുക്കൊരു പിടിവള്ളിയാവാൻ, നമുക്കൊരു പരമ്പരയാവാൻ, മാത്രമല്ല സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ നമ്മുടെ മക്കളെ കൊണ്ട് പറ്റും. ഇന്ന് ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ പേർ മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നു. അള്ളാഹു എല്ലാവർക്കും സമാധാനവും റാഹത്തും നൽകട്ടെ. ആമീൻ. മക്കളെ കൊണ്ട് നന്മയും തിന്മയും ഉണ്ടാകാം. മക്കളെ കൊണ്ട് വിഷമിച്ചു ആര്? മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് 2 മക്കളുണ്ട്, ഒന്ന് കാബീൽ, ഹാബീൽ. ഈ കാബീൽ ആരെ കൊന്നു? ഹാബീൽ എന്ന മകനെ കൊന്നു. വിശാലമായ ചരിത്രമാണ്. അതുപോലെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കന്യാൻ എന്ന മകൻ ഉണ്ടായിരുന്നു. ആ മകൻ മഹാനവറുകളെ വിശ്വസിച്ചില്ല, അവിശ്വാസിയായിരുന്നു. മഹാനവറുകൾക്ക് വലിയ
വിഷമമുണ്ടായി. അതുപോലെ മറ്റ് സ്വഹാബിമാർ, പ്രവാചകന്മാർ, മറ്റ് ഔലിയാക്കൾ, അവരിൽ ചില ആളുകളുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം സുലൈമാൻ നബി എന്ന തന്റെ മകനെ കൊണ്ട് സന്തോഷിച്ച ആളാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം യഹ്യ നബി എന്ന തന്റെ മകനെ കൊണ്ട് സന്തോഷിച്ച ആളാണ്. ഇബ്രാഹിം നബി തന്റെ മക്കളാകുന്ന ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും കൊണ്ട് സന്തോഷിച്ച ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ മക്കളെ കൊണ്ടും സന്തോഷിച്ച ആളാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാനാവണം. അതിന് മാതാപിതാക്കളാകുന്ന നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ മക്കളുടെ പഠനത്തിൽ ഖൈറുണ്ടാവാനും അവരുടെ ഭാവി ജീവിതം നല്ല രൂപത്തിലാവാനും എപ്പോഴും സപ്പോർട്ടായി മാതാപിതാക്കളുടെ ദുആ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഉണ്ടാവണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദുആ ചെയ്താൽ ആ ദുആ റബ്ബ് സ്വീകരിക്കും, ഉറപ്പ്. കാരണം അത് ഖുർആൻ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, ഒരു പ്രവാചകർ ആ പ്രവാചകരുടെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെയാണ് ഒരു ഉമ്മ, ഒരു വാപ്പ തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. ദുആഉൽ വാലിദി ലിവലദിഹി കദുആഉൻ നബിയ്യി കഉമ്മതി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ +1 +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ CA പഠിക്കുന്നു, MA പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, അവരുടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, അവരുടെ ആ പഠനത്തിൽ ബറക്കത്തുണ്ടാവാൻ, ഉയർച്ച ഉണ്ടാവാൻ, പരീക്ഷകൾക്ക് ഉന്നതമായ മാർക്ക് കിട്ടാൻ മാതാപിതാക്കളായ നമ്മുടെ ദുആ വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കണം. ഒരൊറ്റ വാപ്പയും ഒരൊറ്റ ഉമ്മയും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഉമ്മയും വാപ്പയും ഈ ദുആ ഒരു ദിവസം പോലും ദുആ ചെയ്യാതെ പോകരുത്. ഏതാണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എൻ്റെ വാപ്പമാരോട് ഞാൻ പറയട്ടെ, നമ്മൾ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്ത് ഗൾഫിലും അതുപോലെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ പണിയെടുത്ത് രാത്രി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലാത്ത വീടാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എന്തിനു കൊള്ളാം? അതുകൊണ്ട് എന്ത് നേട്ടം? നമുക്കും നേട്ടമില്ല, നമ്മുടെ കുടുംബത്തിന് നേട്ടമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ കുടുംബം നന്നാവണം, ഭാര്യ നന്നാവണം, ഭർത്താവ് നന്നാവണം. അതിനാദ്യം ചെയ്യേണ്ടത് ദുആയാണ്. അള്ളാഹിന്റെ സഹായം ഉണ്ടാവണം. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഈ ദുആ പഠിച്ചേ മതിയാകും. നിർബന്ധമായി ഈ ദുആ പഠിക്കണം. കാരണം ഇത് ഞാനിങ്ങനെ നിർബന്ധം എന്ന് പറയലല്ല, നമ്മുടെ ഭാവി നന്നാവാൻ, നമ്മുടെ മക്കളുടെ ഭാവി നന്നാവാൻ, നമുക്ക് കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ ഈ ദുആ മതിയേ തീരൂ എന്ന് പറഞ്ഞേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇത് നമുക്ക് അറിയാവുന്ന ദുആയാണ്. ഇത് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ദുആയാണ്. പിന്നെയോ എൻ്റെ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളുകൾ തുറക്കുന്ന കാലമാണല്ലോ. നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം, പോകുന്ന വഴിക്ക് കാത്തിരിക്കുന്നുണ്ടാവാം, അപകടങ്ങൾ ഉണ്ടാവാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സംരക്ഷണം എപ്പോഴും നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു തരട്ടെ, ആമീൻ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ഇറക്കണം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഈ ദുആ ഇങ്ങനെ അധികരിപ്പിക്കണേ. അപ്പോൾ 2 ദുആ നമ്മൾ പഠിച്ചു. ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. രണ്ടാമത്തെ ദുആ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. എപ്പോഴും നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആ ഇങ്ങനെ 1, 2, 3, 4 ഒക്കെ പ്രാവശ്യം ഇങ്ങനെ പറയാം, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന് പറയുക. പഠനത്തിൽ നമ്മുടെ മക്കളെ നല്ലതുപോലെ സഹായിക്കുക. പഠിക്കാനുള്ള പുസ്തകങ്ങൾ, അതുപോലെ ബുക്കുകൾ, അതുപോലെ ട്യൂഷൻ അവർക്ക് ആവശ്യമാണെങ്കിൽ ട്യൂഷൻ ആക്കുക. അതുപോലെ അസൈൻമെന്റും പ്രോജക്റ്റും ഒക്കെ കളക്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ കോഴിയുടെ തൂവൽ ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയും, പക്ഷികളുടെ തൂവൽ ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയും. അതൊരു പ്രോജക്റ്റാണ്. കോഴിയുടെ തൂവല്, കാക്കയുടെ തൂവല്, തത്തയുടെ തൂവല്, അതൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയൊക്കെ അന്നുണ്ടായി. ഇന്ന് അതൊന്നുമില്ല. ഇന്നിപ്പോൾ അതിനേക്കാൾ ഉപരിയായി വേറെ ഒരുപാട് കളക്ഷൻസുകൾ കൊണ്ടുവരാൻ പറയും. അതുപോലെ തന്നെ അസൈൻമെന്റ് ചെയ്തുകൊണ്ടുവരാൻ പറയും. അതുപോലെ ചാർട്ട് പേപ്പറിൽ ഇത് വരക്കണം, അത് വരക്കണം. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവണം. മോനെ ഉമ്മ വരച്ചു തരട്ടെ, മോനെ ഉമ്മ സഹായിക്കട്ടെ, ഉമ്മ അത് എടുത്തു തരട്ടെ, അവരെ നമ്മളൊന്ന് സഹായിക്കുക. അതുപോലെ അവരുടെ ബുക്കുകളൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ നമ്മളൊന്ന് കൂടുക. ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നുകൂടി ഞാൻ ഉണർത്തി തന്നതാണ്. അല്ലാതെ പോയിരുന്നു പഠിക്കടാ പോടാ ആട്ടി ഓടിക്കുന്ന സ്വഭാവം. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ വന്നാൽ നമ്മൾ പറഞ്ഞ് ഓടിക്കൂലേ, അതുപോലെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്ന സ്വഭാവം നല്ലതല്ല. ഒരുപാട് നേരം പഠിച്ചിട്ട് ചിലപ്പോൾ അടുക്കളയിലേക്ക് വരുന്നതായിരിക്കും, അപ്പം തന്നെ ഓടിച്ചിടും പോടാ. അവനൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ചിലപ്പോൾ അടുക്കളയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ വീടിന്
വീടിന്റെ പുറത്തേക്ക് വന്നതാ, അപ്പോൾ വാപ്പോടേക്ക് എന്തായാലും പഠിക്കാനൊന്നുമില്ല, പോടാ, പഠിച്ച് ചിലപ്പോൾ എഴുതി മടുത്തിട്ടായിരിക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, അപ്പോൾ തന്നെ പോയി പഠിക്കലാന്ന് പറയും. അങ്ങനെയല്ല, അതാണ് രണ്ടാമത്തെ കാര്യം. 3, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം നമ്മുടെ മക്കള് നമ്മുടെ മക്കളായിട്ടിരിക്കൂ, അല്ലാതെ മറ്റുള്ളവരുടെ മക്കളാവൂല. അവന് കണ്ടോ ഫുൾ A+, നിനക്കെന്താ ഇല്ലാത്ത, ഇവിടെ കണ്ടോ ഈ A+, നിനക്കെന്താ ഇല്ലാത്ത, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ അളക്കും നമ്മുടെ മക്കൾ. നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, വാപ്പ നിങ്ങൾ എന്ത് വാപ്പയാ? അപ്പുറത്തെ എന്റെ കൂട്ടുകാരന്റെ വാപ്പ, അവൻ ഗൾഫിലാ, അവനിക്ക് ഒരുപാട് കളിസാധനങ്ങൾ അവന്റെ വാപ്പ വാങ്ങിച്ചു കൊടുക്കുന്നു, അവനിക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, എനിക്കെന്താ നിങ്ങൾ വാങ്ങിത്തരാത്ത എന്ന് വാപ്പയാകുന്നു നമ്മളോട് നമ്മുടെ മക്കൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെയോ മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് അവർക്ക് പഠിച്ചാൽ വേഗത്തിൽ തലയിൽ കയറുന്ന ഒരു ടൈമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ടൈം. മഗ്രിബ് നമസ്കാരം അത് കൃത്യമായി നമ്മുടെ മക്കളെ കൊണ്ട് നിർവഹിപ്പിക്കണം. മോനെ മഗ്രിബ് നിസ്കരിച്ചോ? ഇല്ലല്ലോ, പോയി നിസ്കരിച്ചിട്ടിരിക്കെ വിശുദ്ധമായ ഖുർആനിലെ ഒരു പേജെങ്കിലും, ഒരു യാസീനെങ്കിലും, ഒരു ഫാത്തിഹ എങ്കിലും, ഒരു ആയത്തുൽ കുർസിയെങ്കിലും ഓതിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ. എൻ്റെ മക്കളോട് പറയട്ടെ, അടുത്ത വർഷം എക്സാം കഴിയുമ്പോൾ ഫുൾ A+, ഫുൾ മാർക്ക് കിട്ടണോ? ഈ പ്രാവശ്യം മുതൽ തുടങ്ങിക്കോ. എൻ്റെ മക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ വിദ്യാർത്ഥികളോട് പറയട്ടെ, ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എപ്പോൾ പഠിക്കാനിരുന്നാലും ഒരു ദുആ നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു എസ്സേ കാണാതെ പഠിക്കാനുണ്ട്, ഒരു പാരഗ്രാഫ് കാണാതെ പഠിക്കാനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി പറയുന്ന ഒരു ദുആ പേപ്പറിൽ ഈ ദുആ എഴുതിയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ റൂമിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. വേഗത്തിൽ ഓർമ്മ വരും. ഏതാണ് ദുആ? അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില. വളരെ എളുപ്പമാണ്. അല്ലാഹുവേ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ, അല്ലാഹുവേ എനിക്ക് നീ എളുപ്പം തരണം, എന്നെ നീ ബുദ്ധിമുട്ടിക്കരുത്. അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി, എനിക്ക് നീ അധികരിപ്പിച്ച് നൽകണം. ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ, മര്യാദ, എല്ലാവരെയും ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ബുദ്ധികൂർമ്മത, ഓർമ്മശക്തി, എല്ലാം അല്ലാഹുവേ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും, എല്ലാം നീ എനിക്ക് ഓശാരമായി ഒരുപാട് തരണം എന്നാണ് ആ ദുആന്റെ ഏകദേശ അർത്ഥം. അതുകൊണ്ട് ഈ ദുആ അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഅദബൻ കാമില. ഇൻഷാ അല്ലാഹ് ഈ ദുആ എൻ്റെ മക്കൾ മറന്നു പോവണ്ട, നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായി ഈ ദുആ ഉണ്ടാകും. 4ാമത്തെ കാര്യം, ഹലാലായ ഭക്ഷണം കൊടുക്കുക, ഹലാലായ വസ്ത്രം കൊടുക്കുക. ഹലാൽ അല്ലാത്ത ഭക്ഷണം നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് ചെന്നാൽ അവർക്ക് ബുദ്ധി ഇല്ലാതാകും, ഓർമ്മശക്തി ഇല്ലാതാകും, അവർ നമ്മളെ മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി മാറും. പിടിച്ചുപറിച്ചതും തട്ടിപ്പറിച്ചതും അതുപോലെ കൊള്ള ലാഭം ഉണ്ടാക്കിയതും ആ പൈസ കൊണ്ടൊന്നും നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കരുത്. ഹലാലായ ഭക്ഷണം മാതാപിതാക്കൾ കൊടുക്കണം. എന്നാൽ മാത്രമേ മക്കൾ നല്ല രൂപത്തിൽ വളരൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 4 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ 4 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരും. അള്ളാഹു ഖൈർ കൊടുക്കും, അവരുടെ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം മാതാപിതാക്കളും മക്കളും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവിധ ഖൈറും തരട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ, അല്ലെ? അള്ളാഹു തആല നമ്മുടെ മക്കളിൽ എല്ലാവിധ ബറക്കത്തും നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. അവരുടെ പഠനങ്ങളിൽ അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈറായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കളുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ, അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് നമ്മയും നമ്മുടെ മക്കളെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.